സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. നെഗറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് ഓളികളോട് ഒന്നേ പറയാനുള്ളൂ. പൊട്ടും 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 എന്ന് പറഞ്ഞാൽ അവനോടൊക്കെ പറയാനുള്ളൂ. പൊട്ടിയിട്ടുണ്ട്, നെഞ്ചയൊക്കെ നെഞ്ചത്ത് കയറിയിരുന്ന് പൊട്ടിച്ചിട്ടുണ്ട് ഖലീഫ. ഈ സിനിമ ഇതിൻ്റെ അണിയറക്കാർ പറയുന്നത് മോഹൻലാലിനെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു പ്രീക്വലോ സീക്വലോ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാനുള്ളൊരു സിനിമയായിട്ട് മാത്രമാണ് കാണുക. ഈ സിനിമയായിട്ട് സ്റ്റാൻഡ് അലോൺ ചെയ്യുന്നില്ല. അതൊരു ഓവറോൾ ഒരു ഓക്കെ മൂവിയാണ്. പക്ഷേ അതിനുള്ള സെക്കൻഡ് മൂവിക്കുള്ള എല്ലാ പ്ലാറ്റ്ഫോമും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവസാനം ടുവേഴ്സ് എൻഡ് ഒരു 10-15 മിനിറ്റ് പടം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് കാണാൻ വേണ്ടിയിട്ട് അതിനൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സിനിമ പോലെയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത പടത്തിന് നല്ലൊരു പ്ലാറ്റ്ഫോം നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പെക്റ്റേഷൻസ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ക്യാമിയോ റോൾസ്. അതാ പറഞ്ഞത് അവസാനം ഒരു 10 മിനിറ്റിൽ ഇപ്പം മോഹൻലാൽ ക്യാമിയോ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറൊരു ക്യാമിയോ കൂടെ വരുന്നുണ്ട്. ഞാനത് സ്പോയിലർ ആയതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ പടത്തിന് ആവറേജ് സ്ക്രിപ്റ്റും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു എവിടേക്കോ പലതും മിസ്സിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ടുവേഴ്സ് എൻഡൊക്കെ ക്ലൈമാക്സ് ഒക്കെ ഒന്ന്, അതായത് ഈ ക്യാമിയോ റോൾ വരുന്നത് സെക്കൻഡ് പാർട്ടിനുള്ള ബിൽഡപ്പ് ഉണ്ടാക്കുന്നതിന് തൊട്ടുമുള്ള ഈ പടത്തിൻ്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. അതൊന്നും അത്ര അങ്ങ് ഒരു സാറ്റിസ്ഫൈങ് ആയിട്ട് വന്നിട്ടില്ല. ഓവറോൾ ഒരു ഓക്കെ മൂവിയാണ്. ഒരു മോശം സിനിമയല്ല. പക്ഷെ ഒരു കുറേ കൂടെ ഒക്കെ നന്നാക്കാമായിരുന്നു. പല ഏരിയകളിലും കുറേ കൂടെ നന്നാക്കാമായിരുന്നു എന്നൊരു ഫീല് നമുക്ക് വരും. അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്. ജീനു റൈറ്റർ, പിന്നെ ഡയറക്ടർ വൈശാഖ്, അവൻ്റെയൊക്കെ നെഞ്ചത്ത് കയറിയെന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഏട്ടൻ്റെ അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് പറയുന്നുണ്ടല്ലോ. പൃഥ്വിരാജിന് അഭിനയിക്കാൻ അറിയത്തില്ല. അതെ, പൃഥ്വിരാജിന് അഭിനയിക്കാൻ അറിയത്തില്ല, ജീവിച്ച് കാണിക്കാൻ അറിയത്തുള്ളൂ. അതിൻ്റെ ഉദാഹരണമാണ് ആടുജീവിതം. പിന്നെ ഇപ്പം ആമിർ അലിയായിട്ട് വന്ന ഖലീഫയും. എന്തായാലും സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് ഹാഫ് നമ്മൾ ഫാമിലി ഇമോഷനുണ്ട്. നമ്മൾ ശരിക്കും റിയലായിട്ട് അങ്ങനെ ഒരു ആമിർ അലി, മുഹമ്മദ് അലി റിയൽ ലൈഫിലുണ്ട് എന്ന് നമുക്ക് തോന്നിക്കും. പക്ഷേ ഇത് ഞാൻ ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്ത് നോക്കി, ഇത് ശരിക്കും ഇങ്ങനെ ഒരാളുണ്ടോ. നമുക്ക് ആ ഒരു ക്യാരക്ടർ ശരിക്കും നമ്മുടെ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. പിന്നെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളക്കടത്ത് മാഫിയയുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സാധാരണക്കാരാണ് പെട്ടുപോകുന്നത്. വമ്പൻ ടീമുകൾ ഇട്ടുകൊടുക്കുക, അതാണ് റിയൽ. ആ ഒരു സംഭവം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണേലും ഇമോഷണലാണ്, ഫാമിലി ഒരു ഇതുണ്ട്, എല്ലാം ഉണ്ട്. സെക്കൻഡ് പാർട്ടാണേലും ലാലേട്ടൻ്റെ വരവ് ഒരു രക്ഷയില്ല. അവർ തമ്മിലുള്ള ഒരു സീൻ ഒരു രക്ഷയില്ല. ലാലേട്ടന് അതെ, ടോവിനോ അതെ, ഒരു രക്ഷയില്ല. എൻഡിലുണ്ട്. അത് നിങ്ങൾ കാണണം, കണ്ടേ പറ്റുള്ളൂ. അപ്പം പൊട്ടും മോനെ, പൊട്ടും. ബോക്സ് ഓഫീസ് പൊട്ടി തകർക്കും. പിന്നെ രണ്ടാമത് കാണാൻ പിന്നെ ഉണ്ട്. എന്തായാലും ലാലേട്ടൻ്റെ പിള്ളേർക്കും പൃഥ്വിയേട്ടൻ്റെ പിള്ളേർക്കും രണ്ടാമതും മൂന്നാമതും ഒക്കെ കാണാം. കേമിയോണ് തൂക്കിയേക്കണത് പടം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, പക്ഷേ സെക്കൻഡ് ഹാഫ് കൊള്ളാം. അതിൽ 2 കേമിയുണ്ട്. 2 കേമിയോ പടം തൂക്കി. 2 അടിപൊളി കേമിയാണ്. സൂപ്പർ ഡയറക്ഷൻ കൊള്ളാം. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം. പാട്ട് ചിലതൊന്നും നമ്മൾ പ്രതീക്ഷ പാട്ടൊന്നും നന്നായിട്ട് വന്നിട്ടില്ല. ബാക്കിയൊക്കെ കൊള്ളാം. അവർ കൊള്ളാം. പൃഥ്വിരാജൊക്കെ അടിപൊളി. ലുക്കൊക്കെ അടിപൊളിയാണ്. കൊള്ളാം. ക്യാമറ വർക്ക് അടിപൊളിയാണ്. ഫൈറ്റ് കൊള്ളാം. സോങ്ങും ഓക്കെ. ഓവറോൾ ഓക്കെയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ചെറിയൊരു ലാഗ് ഉണ്ട്. ബാക്കി സെക്കൻഡ് ഹാഫ് കൊള്ളാം. നല്ല പടമാണ്. കോംബോ എല്ലാം അടിപൊളി. ഡയറക്ഷൻ കൊള്ളാം. BGM അടിപൊളി. അല്ലല്ല, നല്ല